ആശാ വർക്കർമാരുടെ സമരത്തിന് പുറമെ അവകാശ സമരവുമായി അങ്കണവാടി ജീവനക്കാരും സർക്കാരിനെതിരെ സമരത്തിലേക്ക്. വേതന വർധനവടക്കം ഉന്നയിച്ച് ഇന്ത്യൻ നാഷണൽ അങ്കണവാടി എംപ്ലോയീസ് ഫെഡറേഷന്റെ നേതൃത്വത്തിൽ ഇന്ന് ഒരു വിഭാഗം സമരം ആരംഭിക്കും. ഈ സമരവും സർക്കാർ വിരുദ്ധമായി മാറുമെന്ന അവസ്ഥ ഉള്ളതുകൊണ്ട് തന്നെ സമരത്തെ നേരിടാനാണ് സർക്കാരിന്റെ ശ്രമം. സമരത്തിൽ പങ്കെടുക്കുന്ന ജീവനക്കാർക്ക് ഓണറേറിയം നൽകേണ്ടതില്ലെന്ന ഉത്തരവുമായി വനിതാ ശിശു വികസന ഡയറക്ടർ ഈ മാസം 15-ാം തീയതിയാണ് ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്നത്. ജീവനക്കാർ സമരത്തിൽ ഏർപ്പെട്ടാലും കുട്ടികൾക്ക് ഫീഡിംഗ് ഇന്ററപ്ഷൻ ഉണ്ടാവാതിരിക്കാൻ അങ്കണവാടികൾ അടച്ചിടരുതെന്ന് ഉത്തരവിലുണ്ട്. പ്രീ സ്കൂൾ വിദ്യാഭ്യാസം നിഷേധിക്കൽ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 45-ന്റെ ലംഘനമാണെന്നും ആയതിനാൽ പ്രീ സ്കൂൾ പഠനം നിലയ്ക്കുന്ന രീതിയിൽ സമരം ചെയ്യുകയാണെങ്കിൽ ജീവനക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണം എന്നും ഉത്തരവിൽ പറഞ്ഞിട്ടുണ്ട്. പ്രശ്നപരിഹാരത്തിനായി മന്ത്രി വീണ ജോർജിന്റെ നേതൃത്വത്തിൽ ചർച്ച നടത്തിയിരുന്നുവെങ്കിലും തീരുമാനങ്ങളില്ലാതെ പിരിയുകയായിരുന്നു. മിനിമം വേതനം 21,000 രൂപയാക്കുക, വേതനം ഒറ്റത്തവണയായി നൽകുക, ഉത്സവബത്ത 1,200-ൽ നിന്ന് 5,000 രൂപയാക്കുക, ESI ആനുകൂല്യം നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം പ്രഖ്യാപിച്ചത്. സമരം ചെയ്യുന്ന ആശാ വർക്കർമാർക്ക് സമാനമായി ഇന്നു മുതൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ രാപ്പകൽ സമരം ഇരിക്കുമെന്നാണ് അങ്കണവാടി ജീവനക്കാർ അറിയിച്ചിരിക്കുന്നത്. അതേസമയം ആശാ വർക്കർമാരുടെ സെക്രട്ടേറിയറ്റ് ഉപരോധം നേരിടാൻ സർക്കാർ ഇന്ന് കാര്യമായ തയ്യാറെടുപ്പ് നടത്തുന്നുണ്ട്. സെക്രട്ടേറിയറ്റ് പരിസരം പോലീസ് അടച്ചുപൂട്ടി, പ്രധാന ഗേറ്റിലെല്ലാം കനത്ത സുരക്ഷയൊരുക്കി നൂറുകണക്കിന് പോലീസ് സംഘത്തെയും വിന്യസിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 36 ദിവസമായി സെക്രട്ടേറിയറ്റ് നടയിൽ രാപ്പകൽ സമരം ചെയ്യുന്ന ആശമാരെ സർക്കാർ അവഗണിക്കുന്നതിൽ പ്രതിഷേധിച്ചാണ് സമരം കടുപ്പിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് ആശമാർ ഇന്ന് സെക്രട്ടേറിയറ്റ് ഉപരോധം പ്രഖ്യാപിച്ചത്. രാവിലെ 9:30ഓടെ സമരഗേറ്റിന് മുന്നിൽ ആശമാർ സംഘടിച്ചു. ആശമാർക്ക് പുറമെ വിവിധ സംഘടനകളും പിന്തുണയുമായി ഉപരോധത്തിൽ പങ്കാളികളായി. 36-ാം ദിവസത്തിലേക്ക് എത്തിയ സമരം ഒത്തുതീർപ്പാക്കാൻ സർക്കാർ ചർച്ചയ്ക്ക് മുൻകൈയെടുക്കാത്ത പശ്ചാത്തലത്തിലാണ് നിയമലംഘന സമരത്തിലേക്ക് ആശമാർ കടക്കുന്നത്. അതേസമയം ഇന്ന് വിവിധ ജില്ലകളിൽ ആശാ വർക്കർമാർക്കായി പാലിയേറ്റീവ് പരിശീലന പരിപാടി ആരോഗ്യവകുപ്പ് നിശ്ചയിച്ചിട്ടുണ്ട്. സമരം പൊളിക്കാൻ ഉദ്ദേശിച്ചാണ് തിരക്കിട്ടുള്ള പരിശീലന പരിപാടിയെന്നും അടിയന്തര സ്വഭാവമില്ലാത്ത പരിശീലന പരിപാടി മാറ്റിവെക്കണമെന്നാണ് സമരസമിതിയുടെ ആവശ്യം.